പാലക്കാട്ട് നിന്നുള്ള അവിടെ ചുമതലയേൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇന്ന് 27 ജില്ലകള് ജില്ലാ പ്രസിഡന്റുമാരെ പ്രഖ്യാപിക്കുന്ന ആ ഒരു അസുലഭമായ മുഹൂർത്തമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്രയും സുതാര്യമായി ജനാധിപത്യപരമായ രീതിയിൽ സംഘടന ഇലക്ഷൻ നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, പ്രത്യേകിച്ച് കേരളത്തിലെ ഇന്നത്തെ സാഹചര്യം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ജില്ലാ അധ്യക്ഷന്മാരെ എടുത്ത് പരിശോധിച്ചാൽ എല്ലാ മേഖലയിലും ജാതിയോ മതമോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ 4 വനിതകൾ ജില്ലാ പ്രസിഡന്റുമാരാകുന്നു. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന 3 പേർ ജില്ലാ പ്രസിഡന്റുമാരാകുന്നു. SC വിഭാഗത്തിൽ നിന്ന് ST വിഭാഗത്തിൽ നിന്ന് ഇവിടെ ജില്ലാ പ്രസിഡന്റുമാരെ ഇന്ന് പ്രഖ്യാപിക്കപ്പെടുന്നു. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം വേറെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വരും നാളുകൾ ഭാരതീയ ജനതാ പാർട്ടിയെ ഈ കേരളത്തിലെ ജനത 2 കൈയിൽ നിന്ന് സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് പലതരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മൾ കേൾക്കുന്നത്. ഇതുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകൾ കൊണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള അത്തരത്തിലുള്ള സംവിധാനങ്ങൾ കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെ ഉള്ളിലെ ആ തീയില്ലാതാക്കാൻ സാധിക്കുമെന്ന് ഒരാളും കരുതുന്നതില്ല. അവര് യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടു പോകുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അതുകൊണ്ട് ഇതൊരു അസുലഭമായ മുഹൂർത്തമാണ്. സ്വാഭാവികമായിട്ടും 3 വർഷങ്ങൾക്ക് മുമ്പ് ജില്ലാ പ്രസിഡന്റായിട്ട് ഞാൻ വരുന്ന സമയത്ത് അന്നത്തെ ജില്ലാ പ്രസിഡന്റായിരുന്ന ശ്രീ E. കൃഷ്ണദാസ് അദ്ദേഹം എനിക്കൊരു കടലാസ് കഷ്ണം തന്നിരുന്നു. അതേ ഞാൻ കസേരയിൽ ഇരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കടലാസ് കഷ്ണം തന്നിരുന്നു. ഞാൻ എന്തായാലും പ്രശാന്തിന് ആ കടലാസ് കഷ്ണം കൈമാറാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതിൽ എഴുതിയിരുന്നത് വേറൊന്നുമല്ല, 2019 ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയ വോട്ടിന്റെ കണക്കായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവിടുന്ന് നമുക്ക് മുന്നോട്ട് പോകണം പ്രസിഡന്റ്, ഇത് നിങ്ങൾ കയ്യിൽ വെക്കണം. ഞാൻ എന്റെ മേശയുടെ ഉള്ളില് ആ സാധനം കുറെ കാലം ഉണ്ടായിരുന്നു. അവിടുന്ന് ഷിഫ്റ്റ് ചെയ്തപ്പോഴാണ് അത് പോയത്. പുതിയ ആസ്ഥാനത്തേക്ക് വന്നപ്പോഴാണ് അത് പോയത്. ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും, 2019 നിന്ന് 2024 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ 1,01,000 വോട്ട് ഈ ജില്ലയിൽ വർദ്ധിപ്പിക്കാൻ ഈ ടീമിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഈ 3 വർഷക്കാലത്തെ പ്രവർത്തനം, ഞാനൊരു സാധാരണക്കാരനാണ്. ഒരു ബൂത്ത് പ്രസിഡന്റായിട്ട് പ്രവർത്തനം തുടങ്ങിയ ആളാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ആരെയും ഗർഭപാത്രത്തിന്റെ മഹത്വം നോക്കിയല്ല, പ്രവർത്തനത്തിന്റെ മഹത്വം നോക്കിയാണ് ഓരോരുത്തരെയും ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒരു ബൂത്ത് പ്രസിഡന്റ് എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. എന്റെ മണ്ഡലത്തിലെ, എന്റെ പഞ്ചായത്തിലെ 76-ാം നമ്പർ ബൂത്തിന്റെ പ്രസിഡന്റായിട്ടാണ് ഞാൻ തുടങ്ങിയത്. പിന്നീട് യുവമോർച്ചയുടെ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറിയായി, BJPയുടെ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറിയായി, മണ്ഡലം ട്രഷറർ, മണ്ഡലം സെക്രട്ടറി, മണ്ഡലം ജനറൽ സെക്രട്ടറി, മണ്ഡലം പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, ജില്ലാ ജനറൽ സെക്രട്ടറി, അതിനുശേഷമാണ് ജില്ലാ പ്രസിഡന്റ് ആവുന്നത്. കഴിഞ്ഞ 30 വർഷക്കാലം സ്വാഭാവികമായിട്ടും ഈ രംഗത്ത് നിൽക്കാൻ എനിക്ക് അവസരം തന്ന ഭാരതീയ ജനതാ പാർട്ടിയോട് ഞാനെന്നും കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് KM ഹരിദാസ് എന്ന വ്യക്തിയെ ആരെങ്കിലും ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, അതെന്റെ പ്രസ്ഥാനമാണ് എന്നെ അവരെ അറിയിക്കാൻ ഉള്ള അവസ്ഥയിൽ എത്തിയത്. വിത്തൗട്ട് ഭാരതീയ ജനതാ പാർട്ടി KM ഹരിദാസ് വട്ടപൂജ്യമാണ് എന്ന് ഞാൻ ഇന്നും ഉറച്ചു വിശ്വസിക്കുകയാണ്. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് പ്രസ്ഥാനമാണ് വരുന്നത്, സംഘടനയാണ് വരുന്നത്. ഈ കാലഘട്ടത്തിൽ അതിന് വളരെ വലിയ തോതിലുള്ള പ്രസക്തിയുണ്ട് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. എനിക്ക് 3 വർഷക്കാലം ഈ പ്രസിഡന്റ് ആകാനുള്ള, ഈ ചുമതല ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കാനുള്ള എന്നെ പോലെ ഒരു സാധാരണക്കാരന് അവസരം തന്ന പാർട്ടി സംവിധാനത്തിന് ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ കാര്യത്തിൽ എല്ലാ തരത്തിലും പാർട്ടിയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. 3 വർഷക്കാലം ഏറ്റവും പ്രധാനപ്പെട്ട
ഒരു വിഷയം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടി ഒരു പ്രസിഡന്റ് ഓറിയന്റഡ് പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരിക്കുക എന്ന് പറയുന്നത് പാലക്കാട്ടെ BJP പുതിയ ജില്ലാ പ്രസിഡന്റ് സ്വീകരണം നൽകുന്ന ചുമതലയേൽക്കുന്ന ചടങ്ങാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. പാലക്കാട്ടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു എന്ന സൂചനയാണ് നേരത്തെ അവിടെ നിന്ന് പുറത്തു വന്നതെന്നാണ് ഗൂഗിൾ റിപ്പോർട്ട് ചെയ്തത്. മറ്റിടങ്ങളിലും ഇപ്പോൾ പുതിയ ജില്ലാ പ്രസിഡന്റുമാരുടെ സ്ഥാനമേൽക്കൽ ചടങ്ങുകളൊക്കെ നടക്കാൻ പോവുകയാണ്.